ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. CVP അനാലിസിസ് ആയിരുന്നു നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോയും ബ്രേക്ക് ഈവൻ പോയിൻറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ BEP കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സ് ആൻഡ് ഇൻ വാല്യൂ. Output 3000 units, selling price per unit rupees 30, variable cost per unit rupees 20 and total fixed cost rupees 20,000. സോ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സും ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ സെയിൽസ്, ദാറ്റ് മീൻസ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെയിൽസും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ ആദ്യം നമുക്ക് ഏറ്റവും നല്ലത് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് നല്ലത്. സോ നമുക്കൊരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? സെയിൽസ് ആണ് കാണിക്കേണ്ടത്. സെയിൽസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ആണ്. ടോട്ടൽ യൂണിറ്റ്സ് 30,000 ആണ്. സോ നമുക്ക് ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30,000 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 90,000 എന്ന് കിട്ടും. ഇത് പെർ യൂണിറ്റ് ആണ് കാണിക്കുന്നത്, ഇത് ടോട്ടലാണ്. ഓക്കെ, സോ സെയിൽസ് 90,000 എന്ന് കിട്ടി. അതിന് നമ്മൾ എന്ത് കുറക്കണം? ലെസ് വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20 തന്നിട്ടുണ്ട്. സോ ടോട്ടൽ 30,000 യൂണിറ്റ്സിന് 30,000 യൂണിറ്റില്ല 3,000 യൂണിറ്റ്സിന് എത്ര രൂപയാകും? 20 ഇൻറ്റു 3,000 ഈസ് ഈക്വൽ ടു 60,000 എന്നാവും. സോ 90,000 60,000 കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ 30 മൈനസ് 20 പെർ യൂണിറ്റ് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ടോട്ടൽ 90,000 മൈനസ് 60,000 30,000 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് ഇനി അടുത്തത് എന്ത് കുറക്കാം? ഫിക്സ്ഡ് കോസ്റ്റ് കുറക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വരെ മതി. സോ ടോട്ടൽ എമൗണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് കാണിക്കാം. 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 20 ആണ്. സോ 30,000 20,000 പോന്നാൽ കിട്ടുന്ന ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ്. പ്രോഫിറ്റ് വിൽ ബി 10,000. ഓക്കെ, അപ്പോൾ സെയിൽസ് പെർ യൂണിറ്റ് 30 ആണ്. സോ ടോട്ടൽ 3,000 യൂണിറ്റ്സിന് എത്ര വരും? 3,000 ഇൻറ്റു 30 90,000. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20 ആണ്. സോ ടോട്ടൽ 3,000 യൂണിറ്റിന് 3,000 ഇൻറ്റു 20 60,000. ദെൻ 30ന്ന് 20 കുറച്ചാൽ കിട്ടുന്ന 10 എന്ന് പറയുന്നതാണ് കോൺട്രിബ്യൂഷൻ. പെർ യൂണിറ്റ് 10 കോൺട്രിബ്യൂഷൻ 10 കിട്ടും. ടോട്ടൽ എന്ന് പറയുന്നത് 30,000 കിട്ടും. അതിൽ നിന്ന് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 20,000 കുറച്ചാൽ കിട്ടുന്ന ബാലൻസ് പ്രോഫിറ്റ് ആണ് 10,000. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? BEP ഇൻ യൂണിറ്റ്സും BEP ഇൻ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആദ്യം BEP ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. BEP ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. BEP ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. എത്ര രൂപയാണ്? 10 ആണ്. ദെൻ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 20,000 ആണ്. സോ BEP ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു 20,000 ഡിവൈഡഡ് ബൈ 10. That is equal to 2,000 units. So BEP units എത്രയാണ്? 2,000. ഇനി നമുക്ക് BEP in sales കാൽക്കുലേറ്റ് ചെയ്യണം. BEP in sales കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഒന്നുകിൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. ക്വസ്റ്റ്യനിൽ PV റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് BEP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. അതേസമയം PV റേഷ്യോ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ PV റേഷ്യോ തന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ BEP കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000 ആണ്.
ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മുടെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. എത്ര രൂപയാണ്? 30,000 ആണ്. ദെൻ സെയിൽസ് വാല്യൂ, ടോട്ടൽ സെയിൽസ് വാല്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെയിൽസ് വാല്യൂ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. എത്ര രൂപയാണ്? 90,000. സോ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന 60,000 ആയിരിക്കും ടോട്ടൽ BEP സെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ BEP ഇൻ സെയിൽസ് കാണാൻ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് ചെയ്യുക. ഫിക്സ്ഡ് കോസ്റ്റ് 20,000 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷനും സെയിൽസും നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടു. സോ 20,000 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 90,000 ചെയ്താൽ 60,000 റുപ്പീസ് BEP സെയിൽസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ദി ഫോളോവിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ ടേംസ് ഓഫ് സെയിൽസ് വാല്യൂ ആൻഡ് ഇൻ യൂണിറ്റ്സ്. നമ്പർ 2, നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 90,000. 90,000 പ്രോഫിറ്റ് കിട്ടാൻ എത്ര യൂണിറ്റ് സെയിൽസ് വേണം? അതുപോലെ BEP സെയിൽസ് എത്രയാണ്? BEP യൂണിറ്റ്സ് എത്രയാണ്? തന്നുള്ള ഇൻഫോർമേഷൻസ് ഇതൊക്കെയാണ്. ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് റുപ്പീസ് 60,000. ഫിക്സഡ് സെല്ലിംഗ് ഓവർഹെഡ് കോസ്റ്റ് റുപ്പീസ് 12,000. വാരിയബിൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് റുപ്പീസ് 12. വാരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് റുപ്പീസ് 3. ദെൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റുപ്പീസ് 24. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് BEP കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് 90,000 പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല, നേരിട്ട് ഇക്വേഷൻസ് വെച്ച് ചെയ്യാം. അതായത് ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ്? എത്രയാണ് ബ്രേക്ക് ഈവൻ സെയിൽസും ബ്രേക്ക് ഈവൻ യൂണിറ്റ്സും. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്കിവിടെ കാണാം BEP ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് 60,000ഉം ഫിക്സ്ഡ് സെല്ലിംഗ് ഓവർഹെഡ് കോസ്റ്റ് 12,000ഉം ആണ്. സോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 പ്ലസ് 12,000 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 72,000. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 24 റുപ്പീസ് ആണ്. ദെൻ വാരിയബിൾ കോസ്റ്റ്, വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് 12ഉം വാരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് 3ഉം ആണ്. സോ 12 പ്ലസ് 3 ആയിരിക്കും ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, ദാറ്റ് ഈസ് 15. സോ 24ൽ നിന്ന് 15 കുറച്ചാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വിൽ ബി 9. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ മാനുഫാക്ചറിങ് ഫിക്സ്ഡ് കോസ്റ്റും ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റും സെല്ലിംഗ് ഓവർഹെഡ് കോസ്റ്റും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ദെൻ വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റും വാരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റും തന്നിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും. സോ ഫിക്സ്ഡ് കോസ്റ്റും കിട്ടി, വാരിയബിൾ കോസ്റ്റും വാരിയബിൾ കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ കോൺട്രിബ്യൂഷനും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇത് നേരെ അപ്ലൈ ചെയ്താൽ മതി. എത്രയാണ്? ഫിക്സ്ഡ് കോസ്റ്റ് 72,000 ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 9. സോ 72,000 ഡിവൈഡഡ് ബൈ 9 8,000 യൂണിറ്റ്സ് എന്ന് കിട്ടും. BEP യൂണിറ്റ്സ് എത്രയാണ്? 8,000 യൂണിറ്റ്സ്. ഇനി ഈ 8,000 യൂണിറ്റ്സ് BEP എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ തന്നെ BEP സെയിൽസ് നമുക്ക് നേരിട്ട് കാണാം. കാരണം ഇവിടെ നമുക്ക് BEP യൂണിറ്റ്സ് എത്രയെന്ന് കിട്ടി? 8,000 യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ദെൻ സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 24 പെർ യൂണിറ്റ് ആണ്. സോ BEP സെയിൽസ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ കാണാം 8,000 ഇൻറ്റു 24, ദാറ്റ് ഈസ് ഈക്വൽ ടു
1,92,000 rupees. ഇതായിരിക്കും BEP സെയിൽസ് എന്ന് പറയുന്നത്. മുന്നത്തെ പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. BEP യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ കിട്ടുന്നത് BEP സെയിൽസ് തന്നെയായിരിക്കും. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് BEP സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹90,000. എത്ര യൂണിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ് നമുക്ക് 90,000 പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ₹90,000 ടു ഏൺ ₹90,000. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസയേർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇവിടെ നമ്മളോട് സെയിൽസ് ഇൻ യൂണിറ്റ്സ് ആണ്, ടോട്ടൽ സെയിൽസ് വാല്യൂ അല്ല ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. സോ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 72,000 ആണ്. പ്രോഫിറ്റ് നമ്മൾ ഡിസയേർഡ് പ്രോഫിറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 90,000 പ്രോഫിറ്റ് കിട്ടാനാണ്. സോ അതാണ് ഇവിടെ പ്രോഫിറ്റായിട്ട് എടുക്കേണ്ടത്. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടു. എത്രയാണ്? പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ 9 ആണ്. സോ നമുക്ക് ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അതാണ് നമ്മൾ കാണുന്നത് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 70,000 പ്ലസ് 90,000 ഡിവൈഡഡ് ബൈ 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 യൂണിറ്റ്സ്. 18,000 യൂണിറ്റ്സ് വിൽക്കുമ്പോഴാണ് നമുക്ക് 90,000 രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇവിടെ എത്ര സെയിൽസ് നടത്തുമ്പോഴാണ് 90,000 എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് 18,000 യൂണിറ്റ്സ് ഇൻറ്റു 24 ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് ക്ലിയർ ആയിട്ടെന്ന് കരുതുന്നു. ഒന്നുമില്ല, നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇൻ യൂണിറ്റ്സും സെയിൽസിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.